നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭിന്നശേഷി വിഭാഗം ആളുകളുടെ ശാക്തീകരണവും പുനരധിവാസവും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സാമൂഹിക നീതി വകുപ്പ് നേതൃത്വം നൽകുകയാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ജില്ലയിലെ യൂണിക് ഡിസബിലിറ്റി ID രജിസ്ട്രേഷൻ പൂർത്തീകരണ പ്രഖ്യാപനവും ഉപഹാര സമർപ്പണവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ജില്ലയാണ് കോഴിക്കോട്. ജില്ലയിൽ ഭിന്നശേഷിക്കാരായ 57,777 പേരുടെ UDID രജിസ്ട്രേഷനാണ് പൂർത്തീകരിച്ചത്. സംസ്ഥാനത്ത് ഏറ്റവും അധികം ഭിന്നശേഷിക്കാരുള്ള മൂന്നാമത്തെ ജില്ലയാണ് കോഴിക്കോട്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷയായി. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, സാമൂഹിക നീതി സാമൂഹിക സുരക്ഷാ മിഷൻ ഡയറക്ടർ ഡോക്ടർ അരുൺ എസ് നായർ എന്നിവർ വിശിഷ്ടാതിഥികളായി. പി സുരേന്ദ്രൻ, PT പ്രസാദ്, ഫസീൽ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹിക സുരക്ഷാ മിഷൻ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ PC സൗമ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രാൻസ്ജെൻഡർ സമൂഹത്തോട് സമഭാവനയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാട് പുലർത്തണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. 5ാമത് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കലോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണവും മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യനീതി വകുപ്പ് സെക്രട്ടറി അദീല അബ്ദുള്ള, ഡയറക്ടർ ഡോക്ടർ അരുൺ എസ് നായർ, അഭിനേത്രിയും റിയാലിറ്റി ഷോ താരവുമായ നാദിറ മെഹ്റി, സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളായ ലയ മരിയ ജയ്സൺ, ശ്യാമ S പ്രഭ, ജില്ലാ ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗം അനാമിക, ഫസീൽ അഹമ്മദ്, ഷീബ മുംതാസ് തുടങ്ങിയവർ പങ്കെടുത്തു. മത്സരങ്ങളിൽ ആദ്യ ദിവസം മുതൽ തന്നെ മുന്നിട്ടുനിന്ന തിരുവനന്തപുരം 150 പോയിന്റുമായി 1ാം സ്ഥാനം നേടി. 135 പോയിന്റുമായി എറണാകുളം 2ാം സ്ഥാനവും 124 പോയിന്റുമായി മലപ്പുറം ജില്ല 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കലാരത്നമായി ആലപ്പുഴ ജില്ലയിലെ ജാനകി രാജിനെയും സർഗപ്രതിഭയായി തൃശൂർ ജില്ലയിലെ ദേവൂട്ടി ഷാജിയെയും തിരഞ്ഞെടുത്തു. തിരുവനന്തപുരം ജില്ലയിലെ ഐവിനും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. പേരാമ്പ്ര ഗവൺമെന്റ് ITIയിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കും. യോഗ്യത ബന്ധപ്പെട്ട ട്രേഡിൽ BTECും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഓഗസ്റ്റ് 29 രാവിലെ 11 കൂടിക്കാഴ്ചയ്ക്കെത്തണം. ഫോൺ 9400127797. കോഴിക്കോട് ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിലെ സ്പോട്ട് അഡ്മിഷന്റെ കൗൺസിലിംഗ് ഓഗസ്റ്റ് 25, 26 തീയതികളിൽ രാവിലെ 9 മുതൽ കോളേജിൽ നടക്കും. അപേക്ഷ സമർപ്പിച്ചവരും ഇതുവരെ അപേക്ഷിക്കാത്തവരുമായ പെൺകുട്ടികൾ രാവിലെ 9നും 10:30 ഇടയിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യണം. സർട്ടിഫിക്കറ്റുകളുടെ ഫീസും കരുതണം. വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ 0495237014. കോടഞ്ചേരി സർക്കാർ കോളേജിൽ 1ാം വർഷ MA എക്കണോമിക്സ്, MCOM, MSc സുവോളജി കോഴ്സുകളിൽ ഒഴിവുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. വിദ്യാർത്ഥികൾ ആവശ്യമായ രേഖകൾ സഹിതം ഓഗസ്റ്റ് 26 രാവിലെ 11 കോളേജിലെത്തണം. ഫോൺ 9188900234, 9447125107. കല്ലായി ഗവൺമെന്റ് ഗണപത് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSA ഇംഗ്ലീഷ് ഗസ്റ്റ് അധ്യാപക നിയമനത്തിലുള്ള കൂടിക്കാഴ്ച ഓഗസ്റ്റ് 27 രാവിലെ 11 നടക്കും. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം എത്തണം. ഫോൺ 049523236962. കോഴിക്കോട് മാളിക്കടവ് ഗവൺമെന്റ് വനിതാ ITIയിലെ വിവിധ ട്രേഡുകളിലെ ഒഴിവുകളിൽ സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് 25 മുതൽ 30 വരെ സ്പോട്ട് അഡ്മിഷൻ നടത്തും. അസൽ സർട്ടിഫിക്കറ്റുകളുമായി രാവിലെ 10 എത്തണം. ഫോൺ 049523739776, 9447637765, 9495353976. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ കോഴിക്കോട് അർബൻ 1 ICDS പ്രോജക്റ്റിലെ 4 സെക്ടറുകളിലെ 133 അങ്കണവാടികളിൽ പാൽ വിതരണത്തിന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ ലഭിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 30 ഉച്ച 2 മണി. ഫോൺ 049527022523, 7907612236.
കോഴിക്കോട് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ടെസ്റ്റിംഗ് ലാബിലെ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ റിപ്പയർ, കാലിബ്രേഷൻ എന്നിവ ചെയ്യാൻ കൊട്ടേഷൻ ക്ഷണിച്ചു. ഓഗസ്റ്റ് 29 ഉച്ചയ്ക്ക് 2 പ്രിൻസിപ്പൽ, സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ്, കോഴിക്കോട് 673005 വിലാസത്തിൽ അയക്കണം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.